പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർന്ന് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളിലുമൊക്കെയുമായിരുന്ന ദൈവത്തിന് വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 1 തിമോഥെയോസ് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. അവർ വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസ്സാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവർ ആയിരിക്കണം. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു തിരുവെഴുത്താണ് ഞാൻ വായിച്ചത്. അപ്പോൾ ഈ വചനം ഞാൻ നിങ്ങൾ ഒന്നിച്ച് ധ്യാനിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളെ കൊണ്ടുതരണം. ഹല്ലേലൂയ. കാരണം ദൈവവചനത്തിൻ്റെ അതിശ്രേഷ്ഠകരമായ ചില കാര്യങ്ങളാണ് നാം വായിച്ചെന്ന് പറയുന്നത്. എന്താണ്? അവർ വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസ്സാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായിരിക്കണമെന്ന്. ഹല്ലേലൂയ. വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവവചന ഭാഗമാണ് നാം വായിച്ചത്. ഹല്ലേലൂയ. എല്ലാ കാലഘട്ടത്തിലുമുള്ള ദൈവവചന ശുശ്രൂഷ ചെയ്യുന്നവരോടും, ഹല്ലേലൂയ, സഭയിലെ വിശ്വാസികളായിരിക്കുന്നവരോടും, ഒരു ദൈവവിശ്വാസികളോടും ഉള്ള ബന്ധത്തിൽ നോക്കിയാൽ ഈ ദൈവവചനം വളരെ ആധികാരികമായ ഒരു കൽപ്പനയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ഇവിടെ ദൈവവചനം പറയും, സഭയിലെ ഭരണപരവും ഉപദേശപരവുമായ ആത്മീയ ശുശ്രൂഷകൾ നിർവഹിക്കുന്നത് മൂപ്പന്മാരാണെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, സഭയിലെ ഭൗതിക ശുശ്രൂഷകളും മൂപ്പന്മാരോട് സഹകരിച്ചുള്ള ശുശ്രൂഷകളും ചെയ്യുന്നവരാണ് ശുശ്രൂഷകന്മാർ. ഹല്ലേലൂയ എന്നാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഈ ദൈവവചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഈ കാലഘട്ടത്തിൽ ഞാൻ നിങ്ങൾ ഈ വചനം വായിക്കുമ്പോൾ സഭയ്ക്കകത്ത് ശുശ്രൂഷ ചെയ്യുന്ന സകല മനുഷ്യരും, സഭയിലെ ശുശ്രൂഷ ചെയ്യുന്ന സകല ശുശ്രൂഷകന്മാരും, നമുക്കറിയാം നമ്മുടെ തലമുറകളൊക്കെ ശക്തമായ ശുശ്രൂഷയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ചെറിയ കുഞ്ഞുങ്ങളെപ്പോലും ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവം നമ്മെ ശുശ്രൂഷയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, അവർ വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസ്സാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായിരിക്കണമെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. അതേപറ്റി കഴിഞ്ഞ കാലങ്ങളെപ്പോലെയല്ല ഈ കാലഘട്ടം എന്ന് നിങ്ങൾ ചിന്തിക്കണം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദൈവം ശുശ്രൂഷയ്ക്ക് ചിലരെയൊക്കെ പ്രത്യേകമായിട്ട് നിയോഗിച്ചെങ്കിൽ ഈ കാലഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളുടെയൊക്കെ ഹൃദയത്തിനകത്ത് ദൈവം ദൈവവചനത്തിൻ്റെ വെളിപ്പാടുകളും ഒക്കെ കൊടുത്ത്, ദർശനങ്ങൾ കൊടുത്ത് അവരെ ചെറുപ്രായത്തിൽ തന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കിയെടുക്കുന്നതും, ചെറിയ കുഞ്ഞുങ്ങൾ കൂടെ വലിയ അത്ഭുതങ്ങൾ ശുശ്രൂഷകൾ നടക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയോ കൊച്ചു കുഞ്ഞുങ്ങളാണ് ശക്തമായ പ്രവചന സന്ദേശവുമായി, പ്രവചന ദൂതുകളുമായി, പ്രവചനത്തിൻ്റെ ആത്മാവിൽ നിറയപ്പെട്ട് സഭയ്ക്കകത്തുള്ളത്, ശുശ്രൂഷയിലുള്ളത്. ഹല്ലേലൂയ. അങ്ങനെയുള്ള കാലഘട്ടത്തെ പ്രേക്ഷിച്ചവരോട്, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നാം ദൈവത്തിലായിരിക്കുമ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത്, അഥവാ വിശ്വാസത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത് ശുദ്ധ മനസ്സാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പം നിഗളിച്ചിട്ട് പിശാചിനും വന്ന് ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ പുതിയ ശിഷ്യനും അരുത്, നിന്നയിലും പിശാചിൻ്റെ കെണിയിലും കുടുങ്ങാതിരിപ്പാൻ പുറമേയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനും ആയിരിക്കണമെന്നാണ്. ഹല്ലേലൂയ. അപ്പം പിശാചിൻ്റെ കെണിയിൽ നാം കുടുങ്ങിപ്പോകാതിരിക്കുവാൻ, ഹല്ലേലൂയ, സ്തോത്രം, പിശാചിൻ്റെ തന്ത്രങ്ങളിൽ വീണ് പോകാതിരിക്കുവാൻ, സ്തോത്രം, ഹല്ലേലൂയ, പുറമേയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവരുടെയും ഹൃദയത്തിനകത്താണ് ദൈവവചനത്തിൻ്റെ അല്ലെങ്കിൽ സാന്നിധ്യം വെളിപ്പെടുന്നത്, വിശ്വാസത്തിൻ്റെ മർമ്മം അവർക്ക് സൂക്ഷിക്കുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങൾ ജീവിക്കുന്ന ഈ ലോകം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, പാപം കൊണ്ട് നിറയപ്പെട്ടതാണ്. ഹല്ലേലൂയ. ദിവ്യാഗ്രഹം കൊണ്ട് നിറയപ്പെട്ടതാണ്. മനുഷ്യൻ പരസ്പരം പോരിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്ന കാലഘട്ടമാണ്. അതിൻ്റെ നടുവിലാണ് ദൈവം നമ്മെ ദൈവവചനം തന്ന്, ദൈവവചനത്തിൽ നമ്മെ നിർത്തി, വിശ്വാസം നമ്മളിൽ തന്ന്, ദൈവം നമ്മെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആക്കി വെച്ചിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഞാനും നിങ്ങളും വിശ്വാസത്തിൻ്റെ മർമ്മം, ഹല്ലേലൂയ, ശുദ്ധ മനസ്സാക്ഷിയിൽ സൂക്ഷിക്കുന്നവരായിരിക്കണം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. അതേ പ്രിയരെ, ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത്, ദൈവം നിങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത്, നിങ്ങൾ ശുദ്ധ മനസ്സാക്ഷിയിൽ സൂക്ഷിക്കുന്നവരായിരിക്കണം, ശുദ്ധ മനസ്സാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായിരിക്കണം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നാം നമ്മുടെ കയ്യിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു 1000-ഓ 2000-ഓ രൂപയുണ്ടെന്നിരിക്കട്ടെ, അത് നമ്മുടെ പേഴ്സിനകത്ത് നാം അത് കളഞ്ഞു പോകാതെ, നഷ്ടപ്പെട്ടു പോകാതെ വളരെ ഭദ്രമായിട്ട് അതിനെ സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ, അതിനെ നമ്മൾ വളരെ ഭദ്രമായിട്ട് നമ്മൾ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ, കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസ
വിശ്വാസത്തിൻ്റെ മർമ്മം നാം ശുദ്ധ മനസ്സാക്ഷിയിൽ എത്രമാത്രം സൂക്ഷിച്ചു വെക്കണം, എത്രമാത്രം ശുദ്ധ മനസ്സാക്ഷിയിൽ വെച്ചുകൊള്ളണം. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവവചന ശുശ്രൂഷയുടെ ഭാഗമായി നിൽക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മളിലൂടെ ആഗ്രഹിക്കുന്ന ശുശ്രൂഷയുടെ മാഹാത്മ്യം നമ്മളിൽ കൂടെ പുറത്തു വരണം. ചതിവിലും വഞ്ചനയിലും ഞാനും നിങ്ങളും അകപ്പെട്ടു പോകരുത്. പിശാചിൻ്റെ കെണിയിൽ നമ്മൾ അകപ്പെട്ടു പോകരുത്. സ്തോത്രം. പുറമെയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവരായിരിക്കണം. ഹല്ലേലൂയ. മറ്റുള്ളവർ നമ്മെ ആക്ഷേപിക്കുന്ന വിധത്തിലാകരുത്. മറ്റുള്ളവർ നമ്മെക്കുറിച്ച് അപവാദം പറയുന്ന വിധത്തിൽ നാം നമ്മുടെ ജീവിതത്തെ ലോകത്തോട് ചേർത്ത് ഇണക്കരുത്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം നമ്മൾ ഈ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്, വചനമൊക്കെ പറയുകയും ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി, രാഷ്ട്രങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ കഴിഞ്ഞ ചില നാളുകളായിട്ട് പ്രാർത്ഥിക്കുക. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുക നമ്മുടെ രാജ്യത്തിൻ്റെ പ്രഥമ സ്ഥാനങ്ങളിലിരിക്കുന്ന അധികാരികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും ഈ ശുശ്രൂഷ അവസാനമായിട്ട്. എന്തിനാണ് അതൊക്കെ ചെയ്യുന്നത്? സ്തോത്രം. അതേപോലെ വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസ്സാക്ഷിയിൽ വെച്ച് കൊള്ളുന്നവരായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിക്കുന്ന പോലെ നമ്മുടെ രാജ്യത്തെ പ്രദാനം ചെയ്യുന്ന പ്രഥമ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെല്ലാം അവരുടെ ഹൃദയത്തിനകത്ത് അവരുടെ ഹൃദയത്തിനകത്ത് ശുദ്ധമായ ഒരു മനസ്സാക്ഷി, അവർ ശുദ്ധ മനസ്സാക്ഷിയുള്ളവരായി മാറുവാൻ വേണ്ടി നമുക്ക് അവർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാൻ നാം കടപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ, നാം കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തോട് ചേർന്ന് നാം വസിക്കുകയും ദൈവത്തിൻ്റെ ഹിതമറിഞ്ഞ്, ദൈവം ഇഷ്ടമറിഞ്ഞ്, ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആലോചനയ്ക്കനുസരിച്ച് നാം ദൈവവചനത്തിനകത്ത് വിശ്വസ്തരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിതാ, എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, എന്നെ കേൾക്കുന്ന സഹോദരി, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന വിശ്വാസത്തിൻ്റെ മർമ്മം, ഹല്ലേലൂയ, അത് നിങ്ങളുടെ ശുദ്ധ മനസ്സാക്ഷിയിൽ നിങ്ങൾ വെച്ചുകൊള്ളുന്നവരാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ശുശ്രൂഷയിലും ആത്മീയ ജീവിതത്തിലും വിജയിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. ലോകം മുഴുവൻ ഞാൻ മുമ്പ് ആവർത്തിച്ച പോലെ ചതിവിലും വഞ്ചനയിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യനെ ഏത് വിധത്തിലും കെണിയിൽ അകപ്പെടുത്തി, പാപത്തിലകപ്പെടുത്തി അവൻ്റെ വിശ്വാസത്തെ ചോർത്തിക്കളയുവാൻ പിശാച് പല പദ്ധതികളുമായിട്ട് ഒരുങ്ങുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ നടുവിലാണ് ദൈവം നിങ്ങളെ ഈ ഭൂമിയിൽ നിർത്തിയിരിക്കുന്നത്. സ്തോത്രം. നിങ്ങൾക്കുള്ള നന്മകൾ നഷ്ടപ്പെട്ടു പോകാതെ, നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകാതെ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു പോകാതെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാക്ഷി നഷ്ടപ്പെട്ടു പോകാതെ, ദൈവം നിങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയിൽ നിന്ന് നിങ്ങൾ പതറിപ്പോകാതെ, ദൈവം നിങ്ങളുടെ ഉള്ളിൽ വിശ്വസ്തയോടുകൂടി ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ മർമ്മം, ഹല്ലേലൂയ, അത് ശുദ്ധ മനസ്സാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ വചനമെന്ന് സ്തോത്രം പറയാൻ കഴിയുമോ? അപ്പം ദൈവത്തിൻ്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് സ്തോത്രം. നമ്മൾ എബ്രായർ ലേഖനം, ഹല്ലേലൂയ, 10-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് വരും കാണുന്നുണ്ട്. നാം ദുർമനസ്സാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലണമെന്നാണ്. ഹല്ലേലൂയ. ഈ തിരുവെഴുത്തൊക്കെ നാം വായിക്കുമ്പോൾ ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്നവരെ സ്നേഹിത, നിങ്ങൾ ആരുമായിരിക്കട്ടെ, ഒരു വിശ്വാസിയായിരിക്കട്ടെ, അവിശ്വാസിയായിരിക്കട്ടെ, ഒരിക്കൽ പോലും നിങ്ങൾ ദൈവവചനം വായിക്കാത്ത, ഒരിക്കൽ പോലും നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിലും ദൈവം നിങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുന്ന സ്തോത്രം. നാം ദുർമനസാക്ഷി നീങ്ങുമാറ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് ദുർമനസ്സാക്ഷി നീങ്ങുമാറ് ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും, ഹല്ലേലൂയ, ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം, ഹല്ലേലൂയ, വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം, ഹല്ലേലൂയ, പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. കാരണം പരമാർത്ഥ ഹൃദയത്തോട് വേണം നാം ദൈവത്തിലേക്ക് വരുവാൻ. നമ്മുടെ ദുർമനസ്സാക്ഷി നീങ്ങുമാറ് നമ്മുടെ ഹൃദയം യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടണം, ശുദ്ധീകരിക്കപ്പെടണം, അല്ലെങ്കിൽ നിർമ്മലീകരിക്കപ്പെടണം. അപ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്തെ ദുർമനസ്സാക്ഷി നീങ്ങി നമ്മുടെ ഹൃദയത്തെ അശുദ്ധമാക്കുന്ന ചിന്തകളെല്ലാം മാറി നമ്മുടെ ഹൃദയത്തിനകത്ത് കടന്നുകൂടുന്ന പിശാച് കൊണ്ടുവരുന്ന സകല പൈശാചിക ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്ത് കളയണം. അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്ത് കളഞ്ഞിട്ട് ദുർമനസ്സാക്ഷി നീങ്ങി, ഹല്ലേലൂയ, നാം പരമാർത്ഥ ഹൃദയത്തോടെ
ഹല്ലേലൂയ, സ്തോത്രം. പരമാർത്ഥ ഹൃദയ പ്രത്യാശയുടെ ശിഖരം മുറുകെ പിടിച്ചുകൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ നാം ദൈവസന്നിധി വരണമെന്നുള്ളതാണ്. വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനല്ലോ എന്നാ. അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ഹല്ലേലൂയ. അതേപോലെ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ലോകം മുഴുവൻ അവിശ്വസ്തത കൊണ്ട് നിറയപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഭൂമിയിൽ ഒരു വിശ്വസ്തനെ കാണിച്ചു തരാൻ കഴിയുമോ? ഭൂമിയിൽ ഒരു വിശ്വസ്തൻ എന്ന് പറയുന്നത് ആരെയാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്? സ്തോത്രം. മനുഷ്യൻ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവിശ്വസ്തനാണ്. എല്ലാവരും വിശ്വസ്തനെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രൈസിലോ എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ മനുഷ്യരെല്ലാവരും അവിശ്വസ്തരാണ്. ഹല്ലേലൂയ. ദൈവത്തോട് അവിശ്വസ്തരാണ്. ഹല്ലേലൂയ. ആമേൻ. ഒരു മനുഷ്യൻ പറയുക, ഞാൻ ഒരിക്കലും അവിശ്വസ്തനല്ല എന്ന് പറഞ്ഞാൽ, ആമേൻ, സൃഷ്ടിച്ച ദൈവത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ച മനുഷ്യൻ ഹല്ലേലൂയ അവിശ്വസ്തനാണ്. ഹല്ലേലൂയ. വേദപുസ്തകം പറയുന്നത് ഹല്ലേലൂയ, ദൈവം അവനൊരു ദൈവം തൻ്റെ സ്വരൂപത്തിനും സാദൃശ്യം സൃഷ്ടിച്ച മനുഷ്യൻ ആദമിനെയും ഔവ്വയും ഏദൻ പർദീസയിലാക്കിയെങ്കിലും ഹല്ലേലൂയ അവർ ദൈവത്തോടുള്ള വിശ്വസ്തത നഷ്ടപ്പെട്ട അവരുടെ ഹൃദയങ്ങൾക്കകത്ത് പിശാച് തന്ത്രങ്ങൾ മെനഞ്ഞതുകൊണ്ട് എന്ത് ചെയ്തു? അവരുടെ ഹൃദയം ദുർമനസാക്ഷിക്ക് തുല്യമായി മാറി. അതുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ ദുർമനസാക്ഷി പിശാചിൻ്റെ കെണിയിൽ അകപ്പെട്ടു. പിശാചിൻ്റെ തന്ത്രങ്ങളിൽ അവർ വീണുപോയി എന്നുള്ളതാണ്. അപ്പം വിശ്വസ്തൻ എന്ന് പറയുവാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമേ വിശ്വസ്തൻ എന്ന് പറയാൻ കഴിയുള്ളൂ. അല്ലാതെ ആരെല്ലാം വിശ്വസ്തനാണെന്ന് പറഞ്ഞാലും ഒരിക്കലും ലോകത്തിൽ അംഗീകരിക്കാൻ കഴിയത്തില്ല. കാരണം മനുഷ്യൻ്റെ എല്ലാ വിധത്തിലും അവിശ്വസ്തനാണ്. എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ജീവിതത്തിൽ വിശ്വസ്തത പുലർത്തണമെങ്കിൽ, വിശ്വസ്തനായി നമുക്ക് നിൽക്കണമെങ്കിൽ, വിശ്വസ്തതയുടെ അനുഭവം, വിശ്വസ്തതയുടെ സാക്ഷി നിങ്ങൾ ഉണ്ടാകണമെങ്കിൽ, ലോകത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ ദുർമനസാക്ഷി നീക്കിക്കളഞ്ഞിട്ട് ഹല്ലേലൂയ ദുർമനസാക്ഷി നീക്കിക്കളഞ്ഞിട്ട് ഹല്ലേലൂയ പരമാർത്ഥ ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് വരുമ്പോഴാണ് കർത്താവായ യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് രക്ഷയ്ക്ക് ഏറ്റുപറഞ്ഞ് ഹല്ലേലൂയ പ്രൈസലോ നമ്മളെ ദൈവസന്നിധി സമർപ്പിക്കുമ്പോഴാണ് നമുക്ക് അവിശ്വസ്തതയുള്ള ഹൃദയത്തെ നീക്കിക്കളഞ്ഞ് അവിശ്വസ്തതയുള്ള മനസ്സാക്ഷി മാറ്റിക്കളഞ്ഞിട്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് ആ വിശ്വാസത്തിൻ്റെ മർമ്മം വെച്ചുകൊള്ളുവാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസ്സാക്ഷി ഹല്ലേലൂയ നമ്മൾ സൂക്ഷിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനമൊക്കെ പറയുന്ന സ്തോത്രം. അതുവഴി നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങണം. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരുങ്ങണമെന്നാണ് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ദൈവവചനമാണ് നമ്മളെ എല്ലാ കാലത്തും നിലനിർത്തുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസ്സാക്ഷിയിൽ വെച്ച് കൊള്ളുന്നതിനാണെങ്കിൽ ആ വ്യക്തി പരാജയപ്പെടത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അവർ ദൈവത്തെ ഭയപ്പെടുന്നവരായിരിക്കും, ദൈവമായിട്ട് അടുത്ത കൂട്ടായ്മ ബന്ധമുണ്ടായിരിക്കും, ദൈവമായിട്ട് അടുത്ത് നടക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, വിശ്വാസത്തിൻ്റെ മർമ്മം എന്താണ്? ശുദ്ധ മനസ്സാക്ഷി സൂക്ഷിക്കണം. അപ്പോൾ പഴയ നിയമത്തിലൊക്കെ ചിന്തിച്ചാൽ ഈ വചനമൊന്നും അന്നത്തെ കാലഘട്ടത്തിൽ പഴയ നിയമത്തിൽ യോസേപ്പിന് ഈ വചനമൊന്നും കിട്ടിയിട്ടില്ല. യോസേപ്പ് ഈ വചനമൊന്നും വായിച്ചിട്ടില്ല. ഹല്ലേലൂയ. അന്ന് വല്ലം വാമൊഴിയായിട്ട് ദൈവം സംസാരിക്കുകയാണ്. എങ്കിലും പ്രിയപ്പെട്ട നിങ്ങൾ ഓർത്ത് നോക്കിക്കുക, തൻ്റെ ജീവിതത്തിനകത്ത് പാപത്തിൻ്റെ പ്രേരണ വന്നപ്പോൾ, പാപം തന്നെ തനിക്ക് നേരെ കടന്നു വന്നപ്പോൾ ദൈവം തന്നിൽ പകർന്നിരിക്കുന്ന സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ, തൻ്റെ ഉള്ളിൽ ദൈവത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ യോസേപ്പിനെ പോലെയുള്ള വ്യക്തികളൊക്കെ വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായിരുന്നു. ദാനിയേലിനെ കുറിച്ച് പഠിച്ചാലും അല്ലെങ്കിൽ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോയെ കുറിച്ച് പഠിച്ചാലും അവർക്ക് എന്തുണ്ട്? വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായിരിക്കണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന വിശ്വാസത്തിൻ്റെ മർമ്മമുണ്ടല്ലോ, നിങ്ങളെ ശുദ്ധ ഹൃദയത്തിൽ ശുദ്ധ മനസാക്ഷി സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പം വിശ്വസിക്കാൻ കഴിയുമോ? ദൈവദിനത്തെ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയുമോ? ദൈവദിനത്തിലേക്ക് ഒന്ന് മടങ്ങി വരാൻ കഴിയുമോ? ലോകം പോകുന്നത് പോലെയൊന്നും നമ്മൾ പോകാൻ ആഗ്രഹിക്കരുത്. ലോകം ചെയ്യുന്നതും നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കരുത്. ലോകത്തെ നമ്മൾ അനുകരിക്കരുത്. മറ്റൊരു വ്യക്തിയെ നമ്മൾ അനുകരിക്കരുത്. നമുക്ക് അനുകരിക്കുവാനും ഉള്ളതെല്ലാം കർത്താവായ യേശുക്രിസ്തുവാണ്. നമുക്ക് മാതൃകയാക്കാൻ കൊള്ളാവുന്നത് യേശുക്രിസ്തു മാത്രമാണ്. നമുക്ക് വിശ്വസിക്കാൻ കൊള്ളുന്ന ഒരുവനുണ്ടെങ്കിൽ യേശുക്രിസ്തു മാത്രമാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും
നമ്മെ ചതിയിൽ അകപ്പെടാതെ നമ്മെ വഞ്ചനയിൽ കൊടുക്കാതെ നമ്മെ സൂക്ഷിക്കുന്ന, നമ്മെ കരുതുന്ന, നമ്മെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ, ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, അത് പ്രിയരെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അല്ലേ? അപ്പം ഈ ഉലകത്തിൽ അല്ലെങ്കിൽ ആരും വിശ്വസിക്കാൻ പറ്റത്തില്ല, എന്നാൽ യേശുവിനെ വിശ്വസിക്കാൻ കഴിയും. ജീവിതത്തിൽ ഏത് സാഹചര്യങ്ങളിലും, ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും, താങ്കൾ കടന്നു പോകുന്ന ഏത് പരാജയത്തിൻ്റെ നടുവിലും, ഏത് പ്രതിസന്ധികളുടെ നടുവിലും, ഏത് കണ്ണുനീരിൻ്റെ നടുവിലും, താങ്കൾ കടന്നു പോകുന്ന ദുഃഖവേളകളിൽ, അല്ലെങ്കിൽ സ്തോത്രം, നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് യേശു കർത്താവ് എന്ന് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് പറയും, നമ്മളെ യേശുവിലേക്ക് മടങ്ങി വരുവാൻ കഴിയുമോ? ആ യേശുവിനെ നമ്മുടെ ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ കഴിയുമോ? നമുക്ക് ലഭിച്ച ആയുസ്സൊക്കെ അല്പമാണ് പ്രിയരെ. അത് നമ്മൾ ദൈവസന്നിധിയിലായിരിക്കും വിശ്വാസത്തിൻ്റെ മർമ്മമൊക്കെ ശുദ്ധമനസാക്ഷി വെച്ച് കൊള്ളുന്നവരായിരിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെക്കുറിച്ച് പറയുന്നത്. സ്തോത്രം. നമ്മൾ എബ്രായ ലേഖനമൊക്കെ വായിക്കുമ്പോൾ 11-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. സ്തോത്രം, അല്ലേ? വിശ്വാസം എന്നതും ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളെ നിശ്ചയമാകുന്നു. ഹല്ലേലൂയ. നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായം വായിക്കുമ്പോൾ അനവധി വിശ്വാസ വീരന്മാരെ കുറിച്ച് കാണാൻ കഴിയും. അനവധി വിശ്വാസ വീരന്മാരുടെ പട്ടികയുടെ നിരത്തിയിട്ടുള്ളത് എല്ലാം നമുക്ക് വായിച്ചു പോകാൻ സമയമില്ല. എങ്കിലും പ്രിയരെ, വിശ്വാസം എന്നതും ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമായി നാം അതിനെ കൊണ്ടു നടക്കുമ്പോൾ, നാം അതിനെ വിശ്വസിക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ ലോക ജീവിതത്തിനകത്ത് എനിക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമയം നാം കർത്താവിൻ്റെ വിശ്വസ്തയോടെ ആ വിശ്വാസം കാത്തു സൂക്ഷിക്കണം. പലർക്കും വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. പലർക്കും വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് ഇന്ന് വിശ്വാസം ഇല്ലെന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ കൊറോണ ഒക്കെ വന്ന് സകല ജനത്തെയും വളരെ ഭാരപ്പെടുത്തിയ സന്ദർഭങ്ങളാണ്. പ്രളയങ്ങളൊക്കെ വന്ന് വളരെ ഭാരപ്പെടുത്തി. അതിനോടുകൂടി നമ്മുടെ സഭയും സഭാരാധനയും കൂട്ടായ്മകളും ഒക്കെ ഒരു കൂട്ടത്തിൻ്റെ മാത്രം എല്ലാവരും നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. എല്ലാവരും നിർത്തിവെച്ചതിന് ശേഷമായി ദൈവം വീണ്ടും നമുക്ക് ആ മേഖലകളൊക്കെ തുറന്നു തന്നപ്പോൾ എന്ത് ചെയ്തു? വിശ്വാസത്തിൻ്റെ മർമ്മം ഹൃദയമനസാക്ഷി സൂക്ഷിച്ചു വെച്ചുകൊള്ളുന്നവരൊക്കെ എന്ത് ചെയ്തു? വിശ്വാസത്തിൽ പരാജയപ്പെട്ടു പോയി. ഹല്ലേലൂയ. ദൈവവചനം പറയാണ്, ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിലും സൽപ്രവർത്തിക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പം ചില നാളുകളൊക്കെ സഭയെ അടച്ചിട്ട് ചില പ്രതികൂലം വന്നപ്പോഴത്തേനും ഈ കാലഘട്ടത്തിൽ വിശ്വാസികളൊക്കെ എന്ത് ചെയ്തു? സഭാരാധന കൂട്ടായ്മകളൊക്കെ നിർത്തി. ഇപ്പം എല്ലാവരും വീട്ടിനകത്ത് ഇരുന്ന് ആരാധന കൂടുക. വീട്ടിനകത്ത് ഇരുന്ന് ആരാധന കൂടി വീട് മതി എന്നാണ് പറയുന്നത്. വീട് മതി, അവിടുത്തെ സഭായോഗം മതി എന്നാണ്. കാരണം ഇന്ന് ടി വിയിൽ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് പ്രിയരെ. സ്തോത്രം. അപ്പം ടി വിയുടെ മുമ്പിലാകുമ്പം ഒരു കുഴപ്പമില്ല. ഇപ്പം സഭായോഗത്തിന് വരണമെന്നെന്താ നിർബന്ധം? ചെല്ലോട് ചോദിച്ചാൽ എന്താ വരുന്നപ്പോൾ സഭായോഗത്തിൽ വരുന്ന നിർബന്ധം എന്താ? കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥന ദൈവം കേട്ടില്ലേ? ഞങ്ങൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവം കണ്ടല്ലോ എന്നൊക്കെ പലരും പറയാറുണ്ട്. അപ്പോൾ സഭായോഗത്തിന് എന്താ വരേണ്ടതെന്നാണ് പലരും ചോദിക്കുന്നത്. അത് സഭായോഗത്തിന് വരാതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ ന്യായമുണ്ട്. കാരണം രാവിലെ എഴുന്നേക്കണ്ട, പല്ല് തേക്കണ്ട, മുഖം കഴുകണ്ട, കുളിക്കണ്ട, വസ്ത്രം മാറണ്ട, വണ്ടിക്കൂലി കൊടുക്കണ്ട, സ്വോത്രകാഴ്ച കൊടുക്കണ്ട, ദശാംശം കൊടുക്കണ്ട, ഒന്നും ചെയ്യണ്ട. എഴുന്നേൽക്കുന്ന ഇരിപ്പിൽ ടി വിയുടെ മുമ്പിലിരുന്ന് സഭായോഗം കൂടിയാൽ മതി. ഹല്ലേലൂയ. ഇന്നിപ്പോൾ അതാ ചെയ്യുന്നത്. എഴുന്നേൽക്കുന്ന സാഹചര്യത്തിൽ ടി വിയുടെ മുമ്പിൽ സഭായോഗം കൂടെ ഒന്നും ചെയ്യണ്ട. അതേപോലെ വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസ്സാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവൻ അവൻ സഭയിൽ കടന്നു വരും. അവൻ ദൈവത്തെ ആരാധിക്കും, അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തും, അവൻ ദൈവത്തെ സ്തുതിക്കും. അല്ലാത്തവരൊക്കെ എന്ത് ചെയ്യും? സഭായോഗത്തെ ഉപേക്ഷയായി കണ്ടിട്ട് സഭായോഗത്തെ കണക്കൂട്ടാതെ അവർ ഭവനത്തിനകത്തിരുന്ന് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കും. എന്നിട്ട് അവർ ചില മുടന്ത ന്യായം കൊണ്ട് പറയും. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം ഇതൊക്കെ പറയുമ്പോൾ സഭാവിശ്വാസികളൊക്കെ സഭയ്ക്കകത്ത് വന്ന് പാസ്റ്റർക്ക് പൈസ കിട്ടാഞ്ഞിട്ട് പറയുന്നതായിരിക്കും. അല്ല പറഞ്ഞിട്ട് പാസ്റ്റർക്ക് പൈസ കിട്ടാഞ്ഞിട്ടൊന്നും അല്ല. ഈ രാമലടി കുറച്ച് നാളുകൾ സഭ അടച്ചിട്ടിട്ട് പാസ്റ്റർ പൈസ കിട്ടിയില്ലെന്ന് പറഞ്ഞ് പാസ്റ്റർ ആത്മഹത്യ ചെയ്തിട്ട് ഒരു പാസ്റ്റർമാർ ആത്മഹത്യ ചെയ്തിട്ടില്ല. ഒരു പാസ്റ്റർമാരും വിഷം കുടിച്ചതായിട്ട് നിങ്ങൾ കേട്ടിട്ടോ? ഇല്ല. ദൈവരെ പുലർത്തുന്നുള്ള വാസ്തവമാണ്. അപ്പം നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുമെന്ന് വചനം പറഞ്ഞു. അപ്പം ദൈവദാസന്മാർ
ഭക്തന്മാരെ ദൈവമാണ് സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയസരെ, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന വിശ്വാസത്തിൻ്റെ മർമ്മം നിങ്ങൾ വിശുദ്ധ മനസ്സാക്ഷി വെച്ചുകൊള്ളണം. കർത്താവ് പറയാൻ നാളുകൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ വരാൻ സമയമായി, ദൈവം തൻ്റെ സഭയെ ചേർക്കാൻ സമയമായി, മധ്യാകാശത്തിൽ വരാൻ സമയമായി. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസ്സാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായിരിക്കണം. ഹല്ലേലൂയ. രക്തം ചെയ്യും എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, പ്രാർത്ഥന ജീവിതം കുറഞ്ഞു പോകരുത്, ആരാധന ജീവിതം കുറഞ്ഞു പോകരുത്, വചനധ്യാനം കുറഞ്ഞു പോകരുത്, കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെടരുത്, സുവിശേഷ പ്രവർത്തനം നഷ്ടപ്പെടുത്തി കളയരുത്. സഭയുമായിട്ടുള്ള ആത്മീയ ബന്ധങ്ങളൊന്നും നഷ്ടപ്പെടുത്താതെ ഹല്ലേലൂയ നിങ്ങൾ സഭയുമായിട്ട് കൂടി സഹകരിക്കണം. സഭയുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ വളരെ ഉത്സാഹമുള്ളവരായിരിക്കണം. കാരണം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യമായ സ്വർഗ്ഗത്തിൽ നിങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമുള്ള കാര്യമല്ല. ദൈവവചനമൊക്കെ അതിൻ്റെതായ രീതിയൊക്കെ പറഞ്ഞേക്കണം. ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ആരുടെയും മുഖം നോക്കാൻ പാടില്ല. ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ആരുടെയും മുഖം നോക്കരുത്, ആരുടെയും പണം നോക്കരുത്, ആരുടെയും പൊസിഷൻ നോക്കരുത്. ദൈവവചനം പറയുമ്പോൾ അത് അതിൻ്റെതായ അധികാരത്തോടെ ഗൗരവത്തോടു കൂടി പറഞ്ഞേക്കണം. വലിയ കാരണം പറഞ്ഞില്ലെങ്കിൽ പറയുന്നവനും ആ ശിക്ഷ കിട്ടും. വലിയ അതുകൊണ്ട് കർത്താവ് പറയുന്നതാണ് സ്തോത്രം. വലിയ വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസ്സാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായിരിക്കണം. വലിയ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയോ? വിശ്വാസത്തിൽ മടുത്തു പോയോ? വിശ്വാസത്തിനകത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പാളിച്ചകൾ വന്നു പോയെങ്കിൽ മടങ്ങി വരുവാൻ ദൈവം ഒരു അവസരം നൽകുകയാണ്. സ്തോത്രം. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയട്ടെ. സ്തോത്രം. അപ്പം ദൈവത്തിൻ്റെ വചനമൊക്കെ വായിക്കുന്നത് കാണാൻ കഴിയുന്നത് 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കാൻ കാണുന്നുണ്ട്. നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിനും സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ അവൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളി. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവ്വമായി ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവുകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടില്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകയുള്ളവനായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുവിൻ. ഇത് ഇടയന്മാരുടെ കൂടെയുള്ള ദൂത് കേട്ടോ. ഇടയന്മാരുടെ വിശ്വാസികൾക്ക് മാത്രമല്ല, ഇടയന്മാരുള്ള ദൂത ഈ പറയുന്നതൊക്കെ ഇടയന്മാരുള്ള ദൂത്. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ നിയമസഭയുള്ള ബന്ധത്തിൽ സകല രാജകീയ പുരോഹിത വർഗമായതുകൊണ്ട് എല്ലാവരും ദൈവ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ സകലർക്കും മാതൃകയുള്ളവരായിരിക്കണം. വചനം പറയുന്നത് എന്താണ്? എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ലേരിയ. അപ്പം ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടമൊക്കെ പ്രാപിക്കണമെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസിലോ ഹല്ലേലൂയ. പ്രീതി വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധമനസാക്ഷി സൂക്ഷിക്കുന്നവരായിരിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. നാം ഇവിടെ അന്യരും പരദേശികളുമാണ്. നമുക്ക് തന്നിരിക്കുന്ന ജീവിതം ചുരുക്കമാണ്. അടുത്ത നിമിഷം നമ്മളോട് ഉണ്ടാകുമെന്ന് ഒരൊറപ്പുമില്ല. നടന്നു പോകുന്ന മനുഷ്യൻ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ഹല്ലേലൂയ. വാഹനത്തിൽ യാത്ര ചെയ്യുന്നവൻ ഹല്ലേലൂയ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആക്സിഡന്റിൽ അകപ്പെടുന്നു. ഹല്ലേലൂയ. മനുഷ്യന്റെ മരണം ഏത് സമയത്ത് എങ്ങനെയാണെന്ന് ഒരിക്കലും നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തതുകൊണ്ട് ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമയങ്ങളൊക്കെ നിങ്ങളുടെ വിശുദ്ധമായ ജീവിതത്തെ നിങ്ങൾ തകർത്ത് കളയാതെ, പിശാചിന്റെ കെണിയിൽ നിങ്ങൾ അകപ്പെട്ടു പോകാതെ, പുറത്തുള്ളവരോടും എല്ലാം നല്ല സാക്ഷ്യം നിങ്ങൾ പ്രാപിച്ചിരിക്കണം. സകലരോടും നിങ്ങൾ നല്ല സാക്ഷ്യം പ്രാപിച്ചിരിക്കണം. അതാണ് ദൈവത്തിന്റെ വചനമൊക്കെ നമ്മെക്കുറിച്ച് ഓർപ്പിക്കുന്നത്. അതേപോലെ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷയൊക്കെ നാം കൃത്യമായിട്ട് നാം ചെയ്യുന്നവരായിരിക്കും എന്നുള്ളതാണ്. അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. സ്തോത്രം. നമുക്ക് ദൈവം തന്നിരിക്കുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. അതേപോലെ നിങ്ങൾ വിശ്വാസത്തിൻ്റെ മർമ്മ ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിയിരിക്കുന്നതൊക്കെ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോവുകയാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന് ചില പ്രവൃത്തി ചെയ്യുവാനുണ്ട്. ദൈവത്തിന് ചില നന്മകൾ ചെയ്യുവാനുണ്ട്. നിങ്ങളുടെ തകർച്ചയിൽ, നിങ്ങളുടെ തളർച്ചയിൽ, നിങ്ങളുടെ ക്ഷീണത്തിൽ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളൊരു വിശ്വസ്തനാണെങ്കിൽ, നിങ്ങൾ വിശ്വാസത്തിന് മർമ്മ ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരാണെങ്കിൽ, നിങ്ങൾ ദൈവമായിട്ടുള്ള അടുത്ത കൂട്ടായ്മ ബന്ധത്തിൽ നിങ്ങൾ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല.
അല്ലേ? അപ്പം വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസ്സാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവർക്കാണ്. അല്ലെ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലുള്ള കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയങ്ങളിലാണ് ദൈവത്തിൻ്റെ നന്മ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. അത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തി രാജ്യത്തിൻ്റെ പ്രഥമ സ്ഥാനങ്ങളിലേക്ക് നമ്മുടെ അധികാര വർഗങ്ങൾക്ക് വേണ്ടി സകല ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. നിങ്ങൾ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾ മുറിവേറ്റ ഹൃദയവുമായിട്ടാണോ ജീവിക്കുന്നത്? ഭവനത്തിനകത്ത് മുറിവേറ്റ ഹൃദയത്തിൻ്റെ ഉടമയായി വേദനയുടെ അനുഭവത്തിലൂടെ, സങ്കടത്തിലൂടെ, കണ്ണുനീരിൻ്റെ നടുവിലൂടെ, സാമ്പത്തികമായ പരാജയത്തിലൂടെ, രോഗത്തിലൂടെ, മരണത്തിൻ്റെ അനുഭവത്തെ, മരണം നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ വേട്ടയാടുന്ന സാഹചര്യത്തിലാണോ നിങ്ങൾ കടന്നു പോകുന്നത്? സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ജീവിതത്തിൽ എല്ലാവരാലും ഒറ്റപ്പെട്ട അനുഭവമാണോ? എല്ലാവരാലും തള്ളപ്പെട്ട അനുഭവമാണോ? എല്ലാവരും നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്ന സാഹചര്യമാണോ? എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾ പരിഹസിക്കപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങൾ പേടിച്ചു പോകണ്ട. നിങ്ങൾ വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസ്സാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ പദ്ധതികളെ ദൈവം ഒരുക്കാൻ പോവുകയാണ്. അതായത് ദൈവം നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന വലിയ പദ്ധതികളെ നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോവുകയാണ്. ലോകം നിങ്ങളെ പകച്ചേക്കാം, ലോകം നിങ്ങളെ നിന്ദിച്ചേക്കാം, ലോകങ്ങളെ അപമാനിച്ചേക്കാം. വീട്ടുകാരെ നിങ്ങളെ മാറ്റി നിർത്തിയേക്കാം, സഹോദരങ്ങൾ മാറ്റി നിർത്തിയേക്കാം, ബന്ധുമിത്രാദികൾ മാറ്റി നിർത്തിയേക്കാം. ഭാര്യ ഭർത്താവിനെ ഒരുപക്ഷെ ഒഴിവാക്കിയേക്കാം, ഭർത്താവ് ഭാര്യ ഒഴിവാക്കിയേക്കാം, മക്കൾ ഒരുപക്ഷെ അപ്പനമ്മമാരെ കൊണ്ടുവന്ന് ഓൾട്ടേജ് ഹോമിലാക്കിയേക്കാം. അല്ലെങ്കിൽ അങ്ങനെ എവിടെയൊക്കെ നിങ്ങൾ പരാജയം അനുഭവിക്കുന്നു, സങ്കടം അനുഭവിക്കുന്നു, ദുഃഖം അനുഭവിക്കുന്നു, ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ മുറിവേറ്റ ഹൃദയമായിട്ട് കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധമാവ് ശക്തമായിട്ട് നിങ്ങളോട് പറയുന്നത്, വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസ്സാക്ഷിയിൽ നിങ്ങൾ വെച്ചുകൊള്ളുന്നവരാണെങ്കിൽ ദൈവം ഇന്ന് പകൽ നിങ്ങളെ മാനിക്കും. ഇന്ന് പകൽ നിങ്ങളുടെ കഷ്ടത മാറും, ഇന്ന് പകൽ നിങ്ങളുടെ രോഗം മാറും. വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ഇന്ന് പകൽ ദൈവത്തിൻ്റെ മക്കളെ, ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് പറയുന്നത്, വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസ്സാക്ഷിയിൽ വെച്ചുകൊള്ളുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ക്ഷീണാവസ്ഥ ഏതാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന തളർച്ച ഏതാണെന്ന് നിങ്ങൾക്കറിയാം. ആ തളർച്ചകളെ എന്നോടൊപ്പം ചേർന്ന് നിങ്ങൾ ദൈവത്തോട് പറഞ്ഞാൽ, കർത്താവ്, എൻ്റെ ഈ ദുഃഖം, എൻ്റെ ഈ സങ്കടം ഒന്ന് മാറ്റിത്തരുവാൻ, അതിൽ നിന്ന് എനിക്കൊരു വിടു നൽകുവാൻ അങ്ങേക്ക് കഴിയും. അല്ലെങ്കിൽ എന്നെ സൃഷ്ടിച്ചവൻ, എന്നെ വീണ്ടെടുത്തവൻ, എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവൻ, എനിക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ തന്ന് എന്നെ പാപത്തിന് വിടുവിച്ചെന്നെ ഈ ഭൂമി നിർത്തിയിരിക്കുന്ന യേശുവിനെ എൻ്റെ ജീവിതത്തിൻ്റെ സകല കഷ്ടതയും മാറ്റിത്തരാൻ കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആമീൻ പറ. അല്ലെങ്കിൽ എല്ലാ വിഷയങ്ങൾക്കും ദൈവം പരിഹാരം നൽകും. കാരണം വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസ്സാക്ഷി സൂക്ഷിച്ചു കൊള്ളുന്ന. അപ്പം ദൈവമക്കളുള്ള ബന്ധത്തിൽ എന്താണ് പറയുന്നത്? നിങ്ങളുടെ എല്ലാ പരാജയങ്ങളും ദൈവം നീക്കാൻ പോവുകയാണ്. അതുകൊണ്ട് പറയും, ഞാനിപ്പം നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ് തകർന്നിരിക്കുന്നത്, ഏത് സാഹചര്യം കണ്ണീരൊഴുക്കുന്ന സ്തോത്രം, ദൈവം ചില അവകാശങ്ങൾ നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന മാതാവ്, പിതാവ്, എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, ദൈവം നിങ്ങൾക്ക് ചില അവകാശങ്ങൾ നൽകാൻ പോവുകയാണ്. ദൈവം നിങ്ങൾക്ക് ചില അധികാരങ്ങൾ നൽകാൻ പോവുകയാണ്. ദൈവം നിങ്ങളെ ചില ദൈവ നിയോഗത്തെ നൽകാൻ പോവുകയാണ്. ഇന്നുവരെ ചെയ്തിട്ടില്ലാത്ത, ഇന്നുവരെ പറഞ്ഞിട്ടില്ലാത്ത, ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ചില ശുശ്രൂഷ മണ്ഡലത്തിലേക്ക് ദൈവം നിങ്ങളെ മാനിക്കാൻ പോവുകയാണ്. കുടുംബത്തെ ഉയർത്താൻ പോവുകയാണ്, തലമുറകളെ ഉയർത്താൻ പോവുകയാണ്. നിങ്ങൾ രോഗിയാണെങ്കിൽ ദൈവം നിങ്ങളിത് സൗഖ്യമാക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ അതാ പറഞ്ഞ ചില അവകാശങ്ങൾ, നിങ്ങൾക്കുള്ള ചില അവകാശങ്ങൾ, അല്ലെങ്കിൽ രോഗസൗഖ്യം നിങ്ങളുടെ അവകാശമാണ്. അല്ലെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായി ജനിക്കുന്ന അനുഭവം വ്യക്തിയാണെങ്കിൽ അത് നിങ്ങൾ വിടുവിക്കുവാൻ ദൈവം വിശ്വസനാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ അവകാശങ്ങളുണ്ട്. ദൈവത്തെ വായിച്ചാൽ മനുഷ്യനെ സംബന്ധിച്ച് ഒരുപാട് അവകാശങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പ്രീതി, ഈ അവകാശങ്ങളെല്ലാം ദൈവം നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. വിശ്വസിച്ച് സ്വതന്ത്രം പറയാൻ കഴിയുമോ? പക്ഷെ ഒരു വ്യവസ്ഥ, വിശ്വാസത്തിൻ്റെ മർമ്മം നിങ്ങൾ ശുദ്ധ മനസ്സാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായിരിക്കണം. അതുമാത്രമാണ് ദൈവത്തിന് പറയുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വായിച്ച വചനത്തിലേക്ക് നമുക്ക് ഒന്നുകൂടെ കടന്നു വരാൻ സ്തോത്രം. ഹല്ലേലൂയ. അവർ വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസ്സാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായിരിക്കണം എന്ന് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിനും പറയുക. അത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസ്സാക്ഷിയിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരുന്നെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ ദൈവത്തിലായിരിക്കുന്നെങ്കിൽ ഇരുട്ടി സഞ്ചരിക്കുന്ന മഹാമാരിയെ, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിക്കേണ്ട കാര്യമില്ല. പേടിക്കാറില്ലെന്നാ
അല്ലേ? പേടിപ്പാനില്ല. അപ്പം വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസ്സാക്ഷി വെച്ചുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന മാതാവേ പിതാവ്, ഇന്ന് പകൽ ഈ ദൈവത്തിനെ ഏറ്റെടുത്ത് നോക്കി, ഈ ദൈവത്തിനെ ഏറ്റെടുത്ത് സ്വതന്ത്രം പറഞ്ഞേ. ഇരുട്ട് സഞ്ചരിക്കുന്ന മഹാമാരി അല്ലെങ്കിൽ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിക്കില്ല. കാരണം ദൈവം നിന്നോട് കൂടെയുണ്ട്, യേശു നിന്നോട് കൂടെയുണ്ട്, പരിശുദ്ധാത്മാവ് നിന്നോട് കൂടെയുണ്ട്, ദൈവത്തിൻ്റെ ദൂതന്മാർ നിന്നോട് കൂടെ ഉണ്ട്, ദൈവത്തിൻ്റെ ദൂതന്മാർ നിനക്ക് ചുറ്റുമുണ്ടെന്ന് വിശ്വസിക്കണം. അല്ലേ? ഇന്ന് പകൽ നമുക്ക് ആ വചനത്തിലേക്ക് മടങ്ങി വരാം. അതേ പ്രീതി നമുക്ക് രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രഥമ സ്ഥാനങ്ങളിലിരിക്കുന്നവരെല്ലാം നമുക്ക് ഓർത്തും പ്രാർത്ഥിക്കാം. അവരെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ആമീൻ. ജാതിയല്ല ഇവിടെ വിഷയം, മതമല്ല വിഷയം, പൊസിഷനല്ല വിഷയം, അല്ലേലൂയ, സ്ഥാനമാനങ്ങളല്ല വിഷയം. ആമീൻ. സകലരെയും ഓർത്ത് പ്രാർത്ഥിക്കണം. കാരണം എല്ലാവരും കർത്താവിൻ്റെ മക്കളാണ്, എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. അവരുടെ ഹൃദയങ്ങളിലെ ദുർമനസാക്ഷിയൊക്കെ മാറി ശുദ്ധ മനസാക്ഷിയുള്ളവരായി ദൈവസന്നിധിയിൽ വരുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളുടച്ചാട്ട് പരിശുദ്ധനെ കണ്ട നല്ല ദൈവമായി സ്വർഗ്ഗ പിതാവി, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവ്, ഈ ദൈവത്തിനെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ജീവിതങ്ങളും വീഴും ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടണമേ. വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസാക്ഷി വെച്ചുകൊള്ളുന്നവരായി ദൈവത്തിന് പ്രസാദമുള്ളവരായി ദൈവ ഇഷ്ടം അറിഞ്ഞ് ജീവിക്കുന്നവരായി മാറുവാൻ സകല ജനത്തെയും ഓർത്ത് പ്രാർത്ഥിക്കും. കുടിലി തൊട്ട് കൊട്ടാരത്തിൽ ഇവർ പാർക്കുന്ന സകല ജനത്തിൻ്റെ ഹൃദയങ്ങളുടെ ദുർമനസാക്ഷി മാറി അവർ ശുദ്ധ മനസാക്ഷി എല്ലാവരും കർത്താവ് വിശ്വാസത്തിൻ്റെ മർമ്മം ഈ ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായി ദൈവഹിതപ്രകാരം ജീവിക്കുന്നവരായി മാറുവാൻ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ് ഈ സ്വർഗത്തിൽ ചില അവകാശങ്ങൾ തൻ്റെ ജനത്തിന് കൊടുത്ത് അവരുടെ കഷ്ടതയിൽ, അവരുടെ കണ്ണുനീരിൽ, അവരുടെ രോഗത്തിൽ, അവർ കടന്നുപോകുന്ന ദുഃഖങ്ങളിൽ ഇന്ന് പകൽ ദൈവം അവരെ ആശ്വസിപ്പിക്കണമേ. നഷ്ടത്തിൻ്റെ അനുഭവങ്ങൾ, കർത്താവ് ഈ പരാജയത്തിൻ്റെ അനുഭവങ്ങൾ, ജീവിതം മടുത്ത് ആത്മഹത്യയുടെ മക്കിൽ എത്തി നിൽക്കുന്ന ജീവിതങ്ങൾക്ക് ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവർക്ക് വേണ്ടി ശക്തമായിട്ട് ഇടപെടണമേ. തകർന്ന കുടുംബങ്ങളിൽ പണിയണമേ. രോഗികൾക്ക് സൗഖ്യം കൊടുക്കണം. ഹല്ലേലൂയ. സാമ്പത്തികമായി ഞെരുക്കുന്ന കടബാധ്യത കൊണ്ട് തല ഉയർത്താൻ കഴിയാതെ കടന്നു പോകുന്ന ചില ജീവിതങ്ങളെ ദൈവം വിടുവിക്കണം. കാർഷിക മേഖല അധംപതനം ഒന്ന് മാറ്റി അവരെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരണം. തലമുറയെ ദോഷത്തിന് മടക്കിക്കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരെ എല്ലാം ഞാൻ ഓർക്കുകയാണ്. സകല കുടുംബങ്ങൾക്കകത്തും ദൈവിക സമാധാനം നിറയണം. കർത്താവിന്റെ രാജ്യത്തിൻ്റെ പ്രഥമ സ്ഥാനങ്ങളിലിരിക്കുന്ന പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓഫീസ് സ്റ്റാഫുകളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രസിഡന്റായി പ്രാർത്ഥിക്കുന്നു, ഓഫീസ് സ്റ്റാഫുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഉപരാഷ്ട്രപതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഓഫീസ് സ്റ്റാഫുകളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. രാജ്യസഭ, ലോകസഭ എംപിമാർ, രാജ്യസഭ, ലോകസഭ കർത്താവ് അല്ലെങ്കിൽ സ്പീക്കർമാർ, ഡെപ്യൂട്ടി സ്പീക്കർമാർ, ഞങ്ങൾ ഇവരോർത്ത് പ്രാർത്ഥിക്കുകയാണ്. ക്യാബിനറ്റ് മന്ത്രിമാർ, സഹമന്ത്രിമാർ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. പേഴ്സണൽ സ്റ്റാഫ്, പ്രൈവറ്റ് സെക്രട്ടറിമാർ, ഭരണ തന്ത്രജ്ഞന്മാർ, നിയമ ഉപദേശകന്മാർ, IAS, ISF, IPS, IRS നിൽക്കുന്ന എല്ലാ വിദഗ്ധന്മാർ, എല്ലാ നിയമ സിവിൽ ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഞങ്ങൾ പ്രതിരോധ മന്ത്രിക്കായി, പ്രതിരോധ സെക്രട്ടറിക്കായി, അല്ലെങ്കിൽ ഓഫീസ് വർക്കുകൾക്കായി സ്തോത്രം. അല്ലെങ്കിൽ വിദേശകാര്യ വകുപ്പിനായി, വിദേശകാര്യമന്ത്രി, വിദേശകാര്യ സെക്രട്ടറിക്കായി, ഇവിടെ വിദേശ രാജ്യ അംബാസഡർമാരെ ഓർത്ത് എല്ലാ മേഖലയിലും ആയിരിക്കുന്നവർക്ക് ദൈവകൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്രഥമ സ്ഥാനം വഹിക്കുന്ന കർത്താവ് പ്രതിരോധ വകുപ്പിനായി, വിദേശകാര്യ വകുപ്പിനെ വീണ്ടും ഓർക്കുകയാണ്. അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ കാവൽ ചെയ്യുന്ന കരസേന മേധാവികൾ, വ്യോമസേന, നാവികസേന അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. BSFനായി, CRPFനായി അതിർത്തികൾ കാക്കുന്നവരെല്ലാവരെയും സൂക്ഷിക്കണമേ. കേന്ദ്ര സംസ്ഥാന ആഭ്യന്തര മന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആഭ്യന്തര സെക്രട്ടറിക്കായി, പോലീസ് വിഭാഗ DGP അടക്കമുള്ള കർത്താവ്, ADGP, IG, DIG, SP, DISP, കർത്താവ്, VCP അടക്കമുള്ള എല്ലാ പ്രിയപ്പെട്ട സർക്കിൾ, സബ് ഇൻസ്പെക്ടർ, കർത്താവ് സ്തോത്രം. കർത്താവ് എല്ലാ പോലീസ് അധികാരികൾ, എൻ്റെ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നവരെ വിവിധ തസ്തികകളിലുള്ള എല്ലാവരും അനുഗ്രഹിക്കുവാൻ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. പോലീസിൻ്റെ വിവിധ ബറ്റാലിയനുകൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. എക്സൈസ് വകുപ്പിനായി, ഫോറസ്റ്റ് വകുപ്പിനായി, മോട്ടോർ വകുപ്പിന് വേണ്ടി പ്രാർത്ഥന, രഹസ്യാന്വേഷണ വിഭാഗമായി, ക്രൈം ബ്രാഞ്ച്, CBI, ഇന്റർപോൾ, രേഖ നിൽക്കുന്നവർക്കായി ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ന്യൂനപക്ഷ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, വിവിധാവകാശ കമ്മീഷൻ, അല്ലെങ്കിൽ കർത്താവ് മനുഷ്യാവകാശ കമ്മീഷൻ, വിവിധ വകുപ്പുകളുടെ കമ്മീഷന്മാരെ ഓർത്ത് പ്രാർത്ഥന, PSC, അണ്ടർ സെക്രട്ടറി അടക്കമുള്ള ഓഫീസ് സ്റ്റാഫുകൾ എല്ലാവരും ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുകയാണ്. സാമ്പത്തിക വിദഗ്ധന്മാർ, ആസൂത്രണ ബോർഡ് അധ്യക്ഷന്മാരെ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. എല്ലാ മേഖലയിലും ദൈവസാന്നിധ്യം ഞങ്ങളുടെ ജുഡീഷ്യറിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പരമോന്നത കോടതി എല്ലുരിയ, ഞങ്ങളുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള 36 ജഡ്ജിമാരെയും എല്ലാം ഹൈക്കോടതി, സെഷൻസ്, മുനിസിപ്പൽ, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് കോടതി, കുടുംബ കോടതികൾ, CBI, അധിക കോടതി, എല്ലാ ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ജഡ്ജിമാർ, അഭിഭാഷകന്മാർ, അഡ്വക്കേറ്റ് ജനറൽമാർ, കോടതി സംബന്ധമായി വിവിധ ജോലികൾ ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കും. കേന്ദ്രസഭ ആരോഗ്യ മേഖല, ആരോഗ്യമന്ത്രി എല്ലുരിയ, മെഡിക്കൽ വിഭാഗത്തിൽ ഡോക്ടർമാർ, നഴ്സുമാർ എല്ലുരിയ, എൻ്റെ വിവിധ വിഭാഗങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലുരിയ, എല്ലാ മേഖലയിലും കർത്താവിൻ്റെ കരം കൂടിയിരിക്കണമേ പ്രാർത്ഥിക്കുന്ന എല്ലുരിയ. ടൂറിസം വകുപ്പിനായി പ്രാർത്ഥിക്കുന്നു, കർത്താവ് വാണിജ്യ വകുപ്പിനായി വ്യവസായ വകുപ്പിനായി പ്രാർത്ഥിക്കുന്നു, ഗതാഗത വകുപ്പിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്തോത്രം. വലിയ താപാൽ വകുപ്പിനായി പ്രാർത്ഥിക്കട്ടെ. ഇലക്ട്രിസിറ്റിനായി പ്രാർത്ഥിക്കും,
വ്യോമവ്യാപത്തിനായി പ്രാർത്ഥിക്കുകയാണ്. അവൻ റെയിൽവേക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരസേന കർത്താവ് കരയിലും കടയിലും ആകാശമാർഗം വാഹനം ഓടിക്കുന്നവർക്കായി വാഹന നിർമ്മാതാക്കൾ അത് കർത്താവ് സെയിൽസ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാം എയർപോർട്ട് ജീവനക്കാർ, എയർഫോഴ്സ്, കസ്റ്റംസ് ഓഫീസർമാർ എല്ലാം ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുകയാണ്. എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ കരം ചലിക്കുന്ന 29 സംസ്ഥാന മുഖ്യമന്ത്രിമാർ, MLA മാർ, ഗവർണർമാർ, കളക്ടർമാർ, ഡെപ്യൂട്ടി കളക്ടർമാരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ല, ഭരണ മേധാവികൾ എല്ലാം ഞങ്ങൾ ഓർക്കുകയാണ്. എല്ലാ മേഖലയിലും ആയിരിക്കുന്ന എല്ലാ ദൈവം സൂക്ഷിക്കണമേ പ്രാർത്ഥിക്കും. പൊതുമേഖല, സഹകരണ മേഖല, ബാങ്കിങ് മേഖല, വിദ്യാഭ്യാസ മേഖല എല്ലാ മേഖലയും അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുകയാണ്. കർഷകർക്കായി ആമി കർത്താൻ പ്രാർത്ഥിക്കട്ടെ. ആമി ട്രേഡ് രംഗത്ത് വർക്ക് ചെയ്യുന്നവർ, ആമി കൺസ്ട്രക്ഷൻ പണിയെടുക്കുന്നവർ, വിവിധ വകുപ്പുകൾ ജോലി ചെയ്യുന്ന എല്ലാ മേഖലയിലായിരിക്കുന്നവർ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്ന. ഞങ്ങൾ ഇന്ത്യയിലെ 138 കോടി ജനം തലമുറ എണ്ണത്തിൽപ്പെടാത്തവർ, കേരളത്തിലെ 3.5 കോടി ജനം തലമുറ എണ്ണത്തിൽപ്പെടാൻ അന്യസ്ഥാന തൊഴിലാളികളെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥി. വിദേശ രാജ്യങ്ങൾ 7 വൻകരയിൽ തെക്കേമേരിക്ക്, വടക്കേമേരി, യൂറോപ്യൻ, ഏഷ്യൻ, ആഫ്രിക്കൻ, ഓസ്ട്രേലിയ, അന്റാർട്ടിക് രാജ്യങ്ങൾക്കായി 800 കോടി ജനങ്ങൾ, രാഷ്ട്ര തലവൻ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ ഭരിക്കുന്ന, ദ്വീപുകളെ ഭരിക്കുന്നവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥി. വിദേശ പൗരന്മാർക്ക് വേണ്ടി പ്രാർത്ഥി. വിദേശ രാജ്യങ്ങൾ ജോലി ചെയ്യുന്ന വിവിധ കമ്പനികൾ, ഫാക്ടറികളൊക്കെ നടത്തുന്നവർ, വിദേശ മിഷനുമാർ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാം പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥി. രാജ്യത്തിനകത്ത് സമാധാന, സന്തോഷ, സ്വസ്ഥത ലോക രാജ്യങ്ങൾ വെളിപ്പെടുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മേഖലയിലും ദൈവ സാന്നിധ്യം കർത്താവ് ഈ മനുഷ്യൻ്റെ ഹൃദയങ്ങളെ ദുർമനസാക്ഷി മാറി വിശ്വാസത്തിന് മർമ്മ ശുദ്ധ മനസാക്ഷി വെച്ച് കൊള്ളുന്നവരായി മാറുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് യാചകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓർഫനേജിൽ, ഓൾഡേജ് ഹോമിൽ ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവൻ ആർക്കും തടവറയിലായിരിക്കുന്നു എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ കഷ്ടപ്പെടുന്ന അനവധി ആളുകൾ അവരെല്ലാം ഓർത്ത് വിവിധ രോഗത്താൽ ഭാരപ്പെടുന്ന കർത്താവ് ഡയാലിസിസ് ചെയ്ത് കീമോ ചെയ്യുന്നവർ, അവർ സർജറി കഴിഞ്ഞ് കിടക്കുന്ന സർജറിക്കായി വിധേയപ്പെട്ട് എല്ലാം ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കും. കടക്കടി കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ മരണം മുമ്പിൽ മാത്രം നിലനിൽക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളിൽ പകരം ദൈവം വിടുവിക്കണമേ. സ്വർഗത്തെ ചില അവകാശങ്ങൾ അവർക്ക് കൊടുത്തവർ കഷ്ടം ചെയ്ത പകരം ദൈവം വിടുവിക്കണം. തലമുറകളെല്ലാം ദൈവം മാനിക്കണമേ. ഞങ്ങളുടെ ദേശത്ത് രാജ്യത്തിനകത്ത് വ്യാപരിക്കുന്ന എല്ലാ മരണസാമ്യ അനുഭവങ്ങളും മരണദൂതൻ്റെ സകല വേട്ടയാണെങ്കിൽ ജനം വിടുവിക്കപ്പെടുവാൻ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. സകലത്തെ പേര് ദൈവത്തിന് നീതി വെളിപ്പെടണം. കേരളത്തെ, ഭാരതത്തെ, ലോകരാജ്യം ഒരിക്കലും ഓർക്കുന്നു. സകല ജനത്തെ ഒരുക്കണം കർത്താവി. വിശ്വാസത്തിന് മരണം ശുദ്ധ മനസാക്ഷി വെച്ചുകൊണ്ട് ദൈവത്തിന് പ്രസാദമുള്ള ദൈവഹിതം പറഞ്ഞ് ജീവിക്കുന്നവരായി മാറുവാൻ കർത്താവിൻ്റെ വരവിൻ്റെ ഒരുമ സകല ജനത്തെ ഒരുക്കണം. അപാലവൃത്ത ജനത്തെ ഓർത്ത് പ്രാർത്ഥി. ഗോത്ര മേഖലയിൽ ആയിരിക്കുന്നവരും വിവിധ കർത്താവ് ആദിവാസി മേഖലയിലും എല്ലാം ആയിരിക്കുന്ന എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ വചനമെത്തുവാൻ, ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ എല്ലാ ജനങ്ങളും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. സകല മഹത്വം കൊടുക്കണം യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.